ബന്ധപ്പെട്ട് വളരെ പ്രശസ്തരായിട്ട് ആളുകൾ വേദിയിരിക്കുന്നു. ഇന്നത്തെ ദിനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ സൂചിപ്പിക്കും. നമ്മളെ സംബന്ധിച്ച് നല്ല വായനകൾ വായിക്കുന്നതിന് വേണ്ടി പുതിയ തലമുറ ടീച്ചർ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് ടീച്ചറെ പുസ്തകത്തൊക്കെ സംബന്ധിച്ച് വായിക്കുന്ന കുട്ടികൾ തന്നെയാണല്ലോ അല്ലേ? പുസ്തകം വായിക്കാറുണ്ടല്ലോ അല്ലേ? പക്ഷെ നിങ്ങൾക്ക് എന്തിനാ വായിക്കുന്നത്? എന്തായിരിക്കും വായിക്കുന്നതിന്റെ കാര്യം? എന്താ? അറിവ് നേടാൻ. ഓക്കെ, അതുകൂടാതെ വേറെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുന്നുണ്ടോ? എല്ലാവരും എഴുതി വെക്കുന്നുണ്ട്. ഇതിനൊക്കെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകങ്ങൾ നമ്മുടെ ചിന്തയെ വല്ലാതെ വലുതാക്കും. നല്ലത് കഴിയും. താങ്ക് യു അഞ്ജു. ശ്രീമതി റോഷ്നി കൈനഗരി ക്ഷണിക്കുന്നു. മൂപ്പേര് രണ്ട് സമയത്താണ് ഉള്ളിൽ കയറുന്നത്. ഒന്ന് ഉച്ചക്കുള്ള രാവിലെയുള്ള ഉച്ചക്ക് മുമ്പുള്ള ഇന്റർവെല്ലിനും ഊണ് കഴിഞ്ഞുള്ള ഇന്റർവെല്ലിനും. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇങ്ങനെ കുട്ടികളെ മാടി വിളിച്ചുകൊണ്ട് നോക്കൂ, ബുക്സ് ഓൺ ലൈബ്രറി, ബുക്സ് ഓൺ വീൽസ് കാലം കൂടെ സേവനമനുഷ്ഠിക്കാൻ കഴിയുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നല്ലൊരു അന്ന് ഒരു ഹോം ലൈബ്രറി തുടങ്ങിയിരുന്നു. ആക്ച്വലി ഹോം ലൈബ്രറി എന്നുള്ള കൺസെപ്റ്റ് ഞാൻ കാണുന്നത് അവരെ വീട്ടിലാണ്. അങ്ങനെ അവരെ വീട്ടിൽ പോകുമ്പോൾ ഇടയ്ക്ക് ശനി ഞായറും വൈകിട്ട് ഞാൻ പോകുമ്പോൾ അവര് ബ്രദറുണ്ട് സന്തോഷ്, അവര് എൻ്റെ ബ്രദറും ഭയങ്കര ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ സ്നേഹം ഞാൻ ഈ ലൈബ്രറിക്ക് നൽകിയാണ്. ഞാൻ രചിച്ച 3 യാത്രാനുഭവ കൃതികളുടെ ഓരോ പതിപ്പുകൾ ഋഷി ടീച്ചറെ നിങ്ങൾക്കറിയാം, ഹിമാലയ സഞ്ചാരങ്ങളൊക്കെ നടത്തി വലിയ റെക്കോർഡൊക്കെ കിട്ടുന്ന ആളാണ്. ടീച്ചർക്ക് ഞാൻ ഇവിടെ വെച്ച് ഒരു ഉപഹാരം കൊടുക്കുകയാണ്. ശ്രീ റഹ്മാൻ സാറിന്റെ വക നൽകുന്ന ഉപഹാരമാണ്. സയൻസ് പറയും കണികകളെ കൊണ്ടാണ്, ആറ്റങ്ങളെ കൊണ്ടാണ്, ഇലക്ട്രോണാണ്, ന്യൂട്രോണാണ്, അല്ലേ? അങ്ങനെയല്ലേ? അത് മാത്രമാണോ? അത് മാത്രമല്ല, ഇതൊക്കെ കണികകളാണ്. ഇവിടെയാണ്. എന്തായാലും എല്ലാ വർഷവും നമ്മൾ ഈ ജൂൺ 19 വായനാ ദിനം ആഘോഷിക്കാറുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ബോയ്സ് ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഒരു ദിവസത്തെ പരിപാടി മാത്രമല്ല, ഇത് അനുസ്യൂതം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി തന്നെയാണ്. വായിക്കുക, വായന എന്ന ലഹരിയെ ഒപ്പം കൂട്ടുക, അതിന് കിട്ടുന്ന അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇത് വളരെ നല്ലൊരു ദിവസമായിരുന്നു അല്ലേ? നമുക്ക് ധാരാളം കാര്യങ്ങൾ പുസ്തകത്തെ പറ്റി കേട്ടു. പുസ്തകം എങ്ങനെയാണ് ഓരോരോ ആൾക്കാർ കാണുന്നത്, അതിൽ നിന്ന് എന്തെല്ലാം വിവരങ്ങളാണ് അവർ ശേഖരിച്ചത്, അവരെങ്ങനെയാണ് പുസ്തകത്തെ നോക്കിക്കാണുന്നത്